Yes, sir. Okay, perfect. So, hi everyone, good evening. And, okay. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഫ്രീക്വൻസി അച്ചീവ്സ് വെച്ചിട്ടാണ്. സോ, എന്താണൊരു ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഫ്രീക്വൻസി അച്ചീവ്? ഓക്കെ. സോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫ്രീക്വൻസി ടേബിളും ഫ്രീക്വൻസി അച്ചീവും. സോ, വാട്ട് ഈസ് ദീസ് തിങ്സ്? ഓക്കെ, ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഫ്രീക്വൻസി ടേബിൾ, ഫ്രീക്വൻസി അച്ചീവ് എന്ന്? ഓക്കെ, എല്ലാം പറയുന്നുണ്ടോ? ഓക്കെ, നോ വറീസ്. സോ ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി പോളിഗൺസ്, ഫ്രീക്വൻസി അച്ചീവ്സ്, ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ മൂന്ന് ടൂൾസും അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ഗ്രാഫിക്കൽ ടൂൾസും നമ്മൾ എന്തിനെ ഉപയോഗിക്കുകയാണ്? നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരുന്നത്? നമുക്ക് whenever we have continuous data, ഓക്കെ, കണ്ടിന്യൂസ് ഡേറ്റ ഉള്ള സമയത്താണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. നൗ കണ്ടിന്യൂസ് ഡേറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ദാറ്റ് വിൽ ബി കണ്ടിന്യൂസ് ത്രൂ ഔട്ട്. ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് നിൽക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക, കൗണ്ടബിൾ ആയിട്ട് കൺസിഡർ, അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റിന് ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ലിമിറ്റിന് അല്ലാതെ ഉള്ള ഡേറ്റാസ് നമുക്കുണ്ട്. നമുക്ക് ഒരു പാർട്ടിക്കുലർ റേഞ്ചിൽ വരുന്ന കണ്ടിന്യൂസ് ഡേറ്റനെ, ആ ഒരു കണ്ടിന്യൂസ് ഡേറ്റിനെ ത്രൂ ഔട്ട് നമുക്ക് ചിലപ്പോൾ അനലൈസ് ചെയ്യാന്ന് പറയുന്നത് പാടായിരിക്കും. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എന്തെടുക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. നമ്മളൊരു എന്താ പറയാ, ജസ്റ്റ് ഒരു ഓക്കെ, ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു പാർട്ടിക്കുലർ ഇവന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുലർ എക്സ്പീരിമെന്റ് ചെയ്യാനെടുത്ത ഒരു ടൈമിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അവിടെ നമുക്ക് എന്തുണ്ട്? ടോട്ടൽ 55 55 55 or 45 treat at 28. എന്ത്, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. 44 ആണ് ആൻഡ് 55. ഓക്കെ, സോ 55 എന്തുണ്ട്? 55 ആൾക്കാർ അല്ലെങ്കിൽ 55 ടൈംസ് ആ ഒരു എക്സ്പീരിമെന്റ് ചെയ്യാനെടുത്ത ടൈമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. 80 സെക്കൻഡ്സ് മുതൽ 116 സെക്കൻഡ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എക്സ്പീരിമെന്റിന് ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു എക്സ്പീരിമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് സിംപ്ലി നമുക്ക് മനസ്സിലാക്കാൻ, അതായത് ഈ ഒരു 55 ഒബ്സർവേഷനിൽ കൂടെയും പോകാതെ അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് എന്താ? ഹിസ്റ്റോഗ്രാംസ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി അച്ചീവ് പോലുള്ള ടെക്നിക്സ്. ഓക്കെ, സോ ഹിസ്റ്റോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ്, ഹിസ്റ്റോഗ്രാം ഒരു കണ്ടിന്യൂസ് ബാർസ് ആണ് എന്ത് ചെയ്യാൻ? ഫ്രീക്വൻസീസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ബാർ ഡയഗ്രാം പോലെയാണ്, പക്ഷെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, വൺ ആഫ്റ്റർ അനദർ, അത് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ഫ്രീക്വൻസി പോളിഗൺസ് ആണെങ്കിൽ ഈ ഒരു ഹിസ്റ്റോഗ്രാംസിന്റെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ആ മിഡ് പോയിന്റ്സിനെ, ഹിസ്റ്റോഗ്രാംസിന്റെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു എന്ത് വരയ്ക്കുകയാണെങ്കിൽ, ഒരു ലൈൻ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് എന്താ ഒജീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈൻ ഗ്രാഫ് റെപ്രസെന്റിങ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. ഓക്കെ,
ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന നോർമൽ ഫ്രീക്വൻസി ഉണ്ടാവും, അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്ത് പറയുന്നത്, നമ്മൾ പറയുന്ന ഈ ഒരു ഒജീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഡേറ്റ ഉണ്ട്, പക്ഷെ ഞാൻ ഒരു സാമ്പിൾ ഡേറ്റ ഇതേ ഒരു രീതിയിൽ നമുക്കൊരു സാമ്പിൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സേ ഓക്കെ, നമുക്കൊരു 55 ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പീരിമെന്റ് ടൈം ആണ് നമുക്ക് വേണ്ടത്. ഈക്വൽ ടു ഞാൻ എന്താ ജസ്റ്റ് റാൻഡം നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. നമുക്കൊരു 80 സെക്കൻഡ്സിനും 116 സെക്കൻഡ്സിനും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് ആണ് വേണ്ടത്. സോ അതിനിടയ്ക്കുള്ള ഒരു റാൻഡം നമ്പർ ഞാൻ ജനറേറ്റ് ചെയ്യണം, 113. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യണം, ലെറ്റ്സ് സേ ഒരു 100 ടൈംസ്. ഓക്കെ, 100 ഒബ്സർവേഷൻസ് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു 100 ഒബ്സർവേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എക്സ്പീരിമെന്റ് ടൈംസ് ഓക്കെ, 100 വരെ ഉള്ള എക്സ്പീരിമെന്റ് ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു 100 ടൈംസ് ഈ എക്സ്പീരിമെന്റ് റൺ ചെയ്തപ്പോൾ കിട്ടിയ ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. ഓക്കെ, എക്സ്പീരിമെന്റ് ടൈം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ, ടൈം ഇൻ സെക്കൻഡ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാം. ഈ ഒരു ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഡേറ്റ. ഓക്കെ, ഈ ഒരു ഡേറ്റ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡേറ്റയ്ക്ക് ഫ്രീക്വൻസി പോളിഗൺ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഈ ഒരു ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫോമിൽ നമുക്ക് എന്താ ഈ ഒരു ഫോമിലോട്ട് മാറ്റണം. സോ ഫസ്റ്റ് ഞാൻ ഇതിനൊരു ക്ലാസ്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എനിക്ക് ഇതിനെ ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഓക്കെ, നമ്മൾ ഇവിടെ ഒരു എന്താ ലോവർ ബൗണ്ട് ആൻഡ് ഇവിടെ ഒരു അപ്പർ ബൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വാല്യൂസ് തന്നെ എടുക്കാം. നമുക്ക് അത്രയും വാല്യൂസ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ ഈസി പർപ്പസ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതേ വാല്യൂസ് തന്നെ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. ഞാൻ എന്താ ടെക്സ്റ്റ് ആപ്പ് ഓഫ് ആക്കാം. ഓക്കെ, സോ ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് നമ്മൾ കൊടുത്തു. ഈ വാല്യൂസ് ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ്സ് അല്ലെങ്കിൽ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഇൻക്ലൂഡിങ് സെക്കൻഡ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം, ഫ്രീക്വൻസീസ് വേണം. സോ ഈ ഒരു സെക്കൻഡ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്നാലും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ്സ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വാല്യൂസ് മാത്രം നമുക്ക് എന്ത് വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇവിടെ 2 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് ആണ് വേണ്ടത്. അപ്പോ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്താ നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോ നമ്പർ മാത്രം നമുക്ക് ഇതിൽ നിന്ന്
എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്പർ മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്താൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഓർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അല്ലാതുള്ള ഫോർമുലാസ് ഉണ്ട്. പക്ഷെ ആ ഫോർമുലാസ് ഇവിടെ പറയണോ വേണ്ടയോ എന്നതാണ് ഒരു തോട്ട്. ബിക്കോസ് നമ്പേഴ്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. പക്ഷെ അത് റെഗക്സ് എല്ലാം വച്ചിട്ട് വരുന്നത് കൊണ്ടിട്ട് ആയിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് കം. സോ ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, ജസ്റ്റ് വിൽ ട്രൈ. ഓക്കെ, റിജക്ട് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. ഓക്കെ, റിജക്ട് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് വേണ്ട ടെക്സ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം, ഈ ഒരു ടെക്സ്റ്റ്. ഇനി അതില് എന്ത് ഫോമാണ് നമുക്ക് വേണ്ടത്? നമുക്ക് നമ്പേഴ്സ് ആണ് വേണ്ടത്. നമ്പേഴ്സിന് റിജക്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് \d പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ മോഡ് ആൻഡ് കേസ് സെൻസിറ്റിവിറ്റി, ഇത് ഇപ്പൊ വന്ന കേസാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. നേരത്തെ റിജക്ട്സ് എക്സ്ട്രാക്ട് എന്നായിരുന്നു. ഓക്കെ, എന്തായാലും കോമ റിട്ടേൺ മോഡ് എന്ന് പറയുന്നത് 1 കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട്സ് ആണ് വേണ്ട കേട്ടോ, അതുകൊണ്ടായിരിക്കും എക്സ്ട്രാക്ട്. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇത് കിട്ടി. ഓക്കെ, സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും മാറിയതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്നാലും നമുക്ക് 80 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, അപ്പറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നു, ഈക്വൽ ടു റിജക്ട്സ് എക്സ്ട്രാക്ട്. ഓക്കെ, ഇത് റെഗുലർ എക്സ്പ്രഷൻ. റെഗക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. നമ്മൾ എന്താ, നിങ്ങളിപ്പോ ആറോ പൈത്തണോ ഒക്കെ നോക്കുവാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്ന് ഒരു പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് നമ്മൾ ചുരുക്കിയിട്ട് റിജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിജക്ട്സ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇപ്പോൾ ജനറലി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമാണ് റിജക്ട്സ് എന്ന് പറയുന്നത്. ഇനി പഴയ വെർഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ റിജക്ട്സ് എക്സ്ട്രാക്ട് എന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ റിജക്ട്സ് എക്സ്ട്രാക്ട് എന്ന് കംപ്ലീറ്റ് ചെയ്ത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, എക്സ്ട്രാക്ട് നമ്മൾ എടുത്തു, അപ്പർ ബൗണ്ടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാല്യൂ ചൂസ് ചെയ്തു, കോമ, അടുത്ത പാറ്റേൺ ആണ്. പാറ്റേൺ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ട്. നമ്മളിപ്പോ തൽക്കാലം ന്യൂമറിക്കിന്റെ ഇത് മാത്രം നമ്മൾ എടുക്കുകയാണ്. കാരണം എന്താ, ഇപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ് ചെയ്യുന്ന ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എടുക്കാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് റിജക്ട്സിന് കുറെ പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അത് തൽക്കാലം നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം മാത്രം നമ്മൾ പറയുന്നു. /d പ്ലസ് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ 1 എന്ന് പറയുന്നത് ഓക്കെ, ഫസ്റ്റ് മാച്ച് മാത്രം നമുക്ക് മതി. അപ്പൊ നമുക്ക് 0 മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് മാച്ച് വരുന്ന കാര്യം സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിലും അത് നമുക്ക് വേണ്ട, ഫസ്റ്റ് മാച്ച് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. സോ നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂസ് എടുത്തു. ഇനി
അടുത്ത് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈം ഇൻ സെക്കൻഡ്സ് ഉണ്ട്. സോ ഇവിടെ വരുന്ന വാല്യൂസ് നമ്മൾ ഇപ്പോഴും സ്റ്റിൽ ഇക്വേഷനിലാണ്, റാൻ ബിറ്റ്വീൻ ഇക്വേഷനിലാണ്. അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് എന്താകുന്നുണ്ട്, പേസ്റ്റസ് വാല്യൂസ് മാത്രം കൊടുക്കുന്നു, പേസ്റ്റ് സ്പെഷ്യൽ പേസ്റ്റസ് വാല്യൂസ് മാത്രം കൊടുക്കുന്നു. ഓക്കെ, അപ്പോ ഈ വാല്യൂസ് ചേഞ്ച് ആവില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ തവണ നമ്മൾ എൻ്റർ കൊടുക്കുമ്പോഴും ഈ വാല്യൂസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ഈ വാല്യൂസ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇനി അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പർ ലോവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ക്ലാസിന്റെ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കും. ഓരോ ക്ലാസ്സിലുള്ള ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കും. ഓക്കെ, ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഡാറ്റയാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോർമുല യൂസ് ചെയ്യാം. കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, കൗണ്ട് ഇഫ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഫസ്റ്റ് എന്താ, ഈ ഒരു ഡാറ്റ റേഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡാറ്റ റേഞ്ച് എടുക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേബിൾ ആക്കുന്നു. F4 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവും. ഓക്കെ ഓക്കെ, അത് സ്റ്റേബിൾ ആക്കി. ദെൻ കാരണം സ്റ്റേബിൾ ആകുമ്പോഴേക്കും ഈ ഒരു റേഞ്ച് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോൾ റേഞ്ച് മാറും. സോ ഈ ഒരു ഡാറ്റ റേഞ്ച് കൊടുത്തു. അടുത്ത് ഫസ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് കൊടുത്തു. ഇനി ക്രൈറ്റീരിയ ആണ് കൊടുക്കേണ്ടത്. സോ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോവർ ബൗണ്ട് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോവർ ബൗണ്ട് കൊടുത്തു. ഓക്കെ, ലോവർ ബൗണ്ട് ഈ വാല്യൂ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു F3 ആയിരിക്കണം. ഓക്കെ, ഈ ക്രൈറ്റീരിയ റേഞ്ച് 2 കൊടുക്കുന്നു. റേഞ്ച് 2 എന്ന് പറയുന്നതും ഇതേ റേഞ്ച് തന്നെയാണ്. സോ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്തു. കോമ ക്രൈറ്റീരിയ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ, ഈ ഒരു G3 എന്ന് പറയുന്ന വാല്യൂ. അത് ടെക്സ്റ്റ് ആയിട്ട് പോയതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കൊടുക്കാം, 80, ഇവിടെ 86. ഓക്കെ, അപ്പോൾ 15 വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, കോഡ്സിനകത്തായതുകൊണ്ട് ടെക്സ്റ്റ് ആയിട്ട് പോയാണ്. അപ്പൊ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കപ്പോ ഓക്കെ, അപ്പോൾ അത് കിട്ടി. നമുക്ക് ഇവിടെ 80 മാറ്റിയിട്ട് എന്ത് കൊടുക്കാം, 86. ഇവിടെ ഗ്രേറ്റർ ദാൻ 86 മതി, ഈക്വൽ ടു വേണ്ട. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 92. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ 92 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, 98. ഓക്കെ, സോ അവിടെ 16 ഉണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ എന്താ 98 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104. ഓക്കെ, now here 104 and 110. Okay, so here 110 here 116. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ഫ്രീക്വൻസീസ് നമുക്ക് ഇവിടെ
കിട്ടിയിട്ടുണ്ട്. ഫ്രീക്വൻസീസ് ആണ് നമ്മൾ കൗണ്ട് ഇഫ്സ് എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഡേറ്റയിൽ നിന്ന് ഈ ഒരു ടേബിളിലോട്ട് നമ്മൾ മാറ്റുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീക്വൻസീസ് കിട്ടി. സോറി, ഓക്കെ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടി. ഓക്കെ, നമ്മൾ ഇവിടെ ഈ കാര്യങ്ങൾ കിട്ടി. ആൻഡ് നമുക്ക് ഇനി അടുത്ത എന്ത് വേണം? ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാണണം. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓക്കെ, ഫ്രീക്വൻസി കിട്ടി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. നൗ എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും? നമുക്ക് എന്ത് ചെയ്യണം? മേലുള്ള ഓരോ നമ്പേഴ്സും ഓരോ സെൽസും നമുക്ക് എന്ത് ചെയ്യണം? ഈ സെല്ലിന്റെ വാല്യൂ ഇവിടെ വരണം, ഈ രണ്ട് വാല്യൂസും എന്ത് ചെയ്യണം? അടുത്ത ഇതിൽ വരണം. സോ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ നോർമൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഈക്വൽ ടു ദിസ് ഫസ്റ്റ് ഈക്വൽ ടു സം ഓഫ് ദിസ് ടു സെക്കൻഡ് ഈക്വൽ ടു സം ഓഫ് എന്താ ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഇതിലും നമുക്ക് മാനുവലി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടും കൊടുക്കാം. അതായത് സം ഓഫ് ഓക്കെ, സം ഓഫ് ദിസ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് വാല്യൂവിനെ ഫിക്സ് ചെയ്യുന്നു. ദെൻ ഒരു കോളൻ ഇട്ടിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു കോളൻ കൊടുത്തിട്ട് ഈ വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും കൊടുക്കുന്നു. അതായത് ഇവിടെ സമ്മ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഫോർമുല നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമ്മ എടുക്കുന്ന സമയത്ത് H3 എന്ന് പറയുന്ന വാല്യൂ ഫിക്സ് ആയിരിക്കും. ഫസ്റ്റ് വാല്യൂ ഫിക്സ് ആയിരിക്കും. അത് മുതൽ H3 വരെയുള്ള വാല്യൂസിന്റെ സമ്മ കിട്ടണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? ഫസ്റ്റ് വാല്യൂ അത് തന്നെ കിട്ടുന്നുണ്ടാവും. ഇത് സെക്കൻഡ് വാല്യൂയിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടും. അതായത് H3 ഫിക്സഡ് ആണ്, H4 കൂടെ എന്ത് ചെയ്യും? സെക്കൻഡ് വാല്യൂയിലോട്ട് വരുമ്പോൾ വാരി ചെയ്യും, H4 വരെ കിട്ടും. ഓക്കെ, അപ്പൊ സമ്മ് അത് കിട്ടി. ആൻഡ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ഇതിലും ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് സം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സമ്മ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാല്യൂ ഏതാണോ ഫസ്റ്റ് ഫ്രീക്വൻസി അതിനെ എന്ത് ചെയ്യുക? ലോക്ക് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള ടു ദാറ്റ് കോളം തന്നെ കൊടുക്കുക. ആൻഡ് എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്കിവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി ഇപ്പൊ നമുക്ക് എന്താ കിട്ടി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി. സോ ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് വന്നു. ഇപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ലോവർ ബൗണ്ട് ഉണ്ട്, അപ്പർ ബൗണ്ട് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ബൗണ്ട് ലോവർ ബൗണ്ടും ഒരു കാര്യം കൂടെ വേണം. എന്താ? നമുക്ക് മിഡ് പോയിന്റ് വേണം. എന്താ? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് മിഡ് പോയിന്റ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും എന്താ? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ,
പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? മിഡ് പോയിന്റ് നമുക്കിവിടെ കിട്ടി. ഓക്കെ, സോ ഇതാണ് മിഡ് പോയിന്റ്സ്. നൗ ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? മിഡ് പോയിന്റ്സ് കിട്ടി, ലോവർ ലിമിറ്റ് കിട്ടി, അപ്പർ ലിമിറ്റ് കിട്ടി. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസീസ് കിട്ടി, അതുപോലെ തന്നെ എന്തും കിട്ടി, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും കിട്ടി. ഇനി എന്ത് കിട്ടണം? നമുക്ക് ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം കിട്ടണം. ഓക്കെ, ഹിസ്റ്റോഗ്രാം കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ടിൽ പോയിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഗ്രാഫ്സ് വേണം. ആൻഡ് ഓക്കെ, ഹിസ്റ്റോഗ്രാം എവിടെയുണ്ട്? അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഹിസ്റ്റോഗ്രാം എടുക്കാം. സോ ഹിസ്റ്റോഗ്രാം വന്നു. നമ്മൾ എന്താ, ഇപ്പോൾ ഡാറ്റ ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് മിഡ് പോയിന്റ്സ് ആണ്. പക്ഷേ നമുക്ക് വേണ്ട മിഡ് പോയിന്റ്സ് അല്ല, എന്താണ്, ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ഡേറ്റ കൊടുക്കുക. സെലക്ട് ഡേറ്റ കൊടുത്തിട്ട് നമുക്ക് എന്താ, ഫ്രീക്വൻസീസ് ആണ് നമുക്ക് വേണ്ടത്. സോ എന്ത് ചെയ്യുക? ഫ്രീക്വൻസീസിന്റെ ഡേറ്റ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഡാറ്റ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, 2 ബിൻസ് ആയിട്ടാണ് നമുക്കിവിടെ ഹിസ്റ്റോഗ്രാം വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കതിന് 2 ബിൻസ് അല്ല വേണ്ട, നമുക്ക് എന്താ, മൾട്ടിപ്പിൾ ബിൻസ് വേണം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഇവിടെ കൊടുക്കാം? കാറ്റഗറി കൂടെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ റെഡ്യൂസ് ദിസ്. ഓക്കെ, ഓക്കെ, കാറ്റഗറി കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ക്ലാസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് ആയിട്ട് ഒരു കോളം കൂടെ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഇന്റർവൽസ് 82 എന്താ 86. ഓക്കെ, equal to this and even this and sorry and this one. ഓക്കെ, 80 to 86 ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് ഇന്റർവൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്കിപ്പോ ആക്സസ് എന്ത് ചെയ്യാൻ പറ്റും? സോറി, ചാർട്ട് ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ആക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേബിൾസ് ആയിട്ട് ഈ വാല്യൂസും കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് തന്നില്ലല്ലോ. ഓക്കെ, ഓക്കെ,
C22H8. ഒരു സെക്കൻഡ് നമുക്ക് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് നമ്മുടെ ഫ്രീക്വൻസീസിന്റെ ആണ് ഹിസ്റ്റോഗ്രാം വേണ്ടത്. സോ ഓക്കെ, നമുക്ക് ടോട്ടൽ ഡാറ്റന്റെ ഹിസ്റ്റോഗ്രാം സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അത് കിട്ടും. ഇത് മാത്രം എടുത്തത് കൊണ്ടായിരിക്കും നമുക്ക് കുറച്ച് പോയിന്റ്സ് 2 പോയിന്റ്സ് മാത്രം വന്നത്. സോ ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്റോഗ്രാം എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് 5 ഇത് വന്നിട്ടുണ്ട്. നൗ ഓക്കെ, ലേഔട്ട്സ് നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് എടുക്കാം. ആൻഡ് ക്വിക്ക് ലേഔട്ട് വെച്ചിട്ട് നമുക്ക് ലേഔട്ട് ഈ ഒരു ലേഔട്ട് മതി. ഇവിടെ ഗ്രിഡ് ലൈൻസ് വേണ്ട, ഡേറ്റ ലേബൽസ് നമുക്ക് വേണ്ട, ചാർട്ട് ടൈറ്റിൽ ഓൾറെഡി ഉണ്ട്, ആക്സസ് ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആൻഡ് 2 ആക്സസ് ഉണ്ട്. ഓക്കെ, അത് കൗണ്ടും ആൻഡ് അതുപോലെ തന്നെ ഓക്കെ. ഇനി ഫോമാറ്റ് y values are this things. Y values 9. അയ്യോ, നമ്മുടെ ചാർട്ടോട്ട് പോയി. ഓക്കെ, നമുക്ക് മറ്റൊരു രീതിയിലും ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോ എന്താ, ഓക്കെ, നമുക്ക് സിംപ്ലി ഒരു കോളം ചാർട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടെ ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ വന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരുന്നത് അതായിരിക്കും. സോ ഞാൻ ഈ 2 ഡേറ്റാസും സെലക്ട് ചെയ്തു. ഇൻസേർട്ട് നമുക്ക് ചാർട്ട്സിൽ എന്ത് ചെയ്യാം, ഒരു കോളം ഓർ ബാർ ചാർട്ട് എടുക്കാം. ഓക്കെ, കോളം ക്ലസ്റ്റേർഡ് കോളംസ് തന്നെ എടുക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ദിസ് വൺ വിൽ ബി ദ ഈസി. നൗ ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ബാസിനെ ഫോർമാറ്റ് ചെയ്യാം കണ്ടിന്യൂസ് റേഞ്ച് ആയിട്ട്. സോ നമുക്ക് ഫോർമാറ്റ് ഡാറ്റ സീരീസ് എടുക്കാം. ഫോർമാറ്റ് ഓക്കെ, സെലക്ട് ഡേറ്റ, show and columns and columns. Okay, no, here it is not. ഫോമാറ്റിൽ പോയിട്ട് ഡാറ്റ ഫോമാറ്റ് ചെയ്യാം, ഫോമാറ്റ് പെയിൻ എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ ഡാറ്റ പോയിന്റ്സ് എടുക്കാം, ആക്സിസ് ഓപ്ഷൻസ് between ticks
category maximum vertical axis cross text axis, vertical alignment, central alignment, series option. ഓക്കെ, ഫോർമാറ്റ് ഡാറ്റ സീരീസ് എടുക്കാം. ഇവിടെ ഗ്യാപ്പ് വിട്ട് എന്ത് ചെയ്യാം, 0 കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും, അത് ഹിസ്റ്റോഗ്രാം ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഈ ഓരോ ഗ്യാപ്പിലും സീറോസ് കൊടുത്തു നമുക്ക് ഹിസ്റ്റോഗ്രാം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൈം ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു ബാർ പ്ലോട്ട് വരയ്ക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ഡാറ്റ സീരീസ് എടുക്കുക, ഗ്യാപ്പ് എന്ത് ചെയ്യുക, 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായി, ഹിസ്റ്റോഗ്രാം ആയിട്ട് മാറി. നോർമൽ ഹിസ്റ്റോഗ്രാം ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ബിൻസ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു രീതി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ഫ്രീക്വൻസി ഓഫ് എക്സ്പെരിമെന്റ് ടൈം നമ്മൾ എന്ത് ചെയ്തു, ഒരു ടൈറ്റിലൊക്കെ കൊടുത്തു, നമുക്ക് ഹിസ്റ്റോഗ്രാം കിട്ടി. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ നമുക്ക് ഫ്രീക്വൻസി അച്ചീവ് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാർട്ട് ഡിസൈനിൽ പോയിട്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ് എടുക്കുക, കോംബോ എടുക്കുക, ആൻഡ് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ക്ലസ്റ്റേർഡ് ലൈൻ കോളം എടുക്കുക. ഓക്കെ, ഇൻഫർമേഷൻ ഇല്ലാന്നാണ്, അറ്റ്ലീസ്റ്റ് 2 ഡേറ്റ സീരീസ് നമ്മൾ സെലക്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ഡേറ്റ കൊടുക്കുക, ഒരു ഇതുകൂടെ ആഡ് ചെയ്യുക, എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, മിഡ് പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ മിഡ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, ഇനി ചേഞ്ച് ചാർട്ട് ടൈപ്പ് കൊടുക്കുക, കോംബോ കൊടുക്കുക, ദിസ് വൺ 2 സീരീസ് ഓഫ് ഡേറ്റ ഓൾറെഡി സെലക്ട് അല്ലേ. Okay, so we'll do an undo. Okay, so okay, let it be here. നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഒരു പുതിയ അത് ക്രിയേറ്റ് ചെയ്യാം. 3 ഡാറ്റാസ് നമ്മൾ സെലക്ട് ചെയ്തു. ആൻഡ് ഇൻസേർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോംബോ എന്ത് ചെയ്യാം, കോംബോ എടുക്കാം, ദിസ് വൺ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലൈനും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഇതുണ്ട്. സോ ദിസ് ഇസ് മിഡ് പോയിന്റ് ആൻഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യാം, ഫോർമാറ്റ് ഡാറ്റ സീരീസ് കൊടുക്കാം, നമുക്ക് ഗ്യാപ്പ് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ആൻഡ് വി വിൽ ഗെറ്റ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. എന്നൊരു സെക്കൻഡറി ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡ് വേണ്ട, നമുക്ക് നോർമൽ മെത്തേഡിൽ തന്നെ പോവാം. ഓക്കെ, സോ ഹിയർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രീക്വൻസി പോളിഗൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസിന്റെ മിഡ് പോയിന്റ്സ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ഈ ഒരു വാല്യൂസിന്റെ മിഡ് പോയിന്റ്സും നമ്മുടെ എക്സ് ആക്സിസും നമ്മൾ എടുത്താൽ മതി. സോ ക്ലാസും അതുപോലെ തന്നെ മിഡ് പോയിന്റ്സും നമ്മൾ എടുത്തു. സോറി, മിഡ് പോയിന്റ്സും അതുപോലെ തന്നെ ഫ്രീക്വൻസീസും നമുക്ക് എടുക്കാം. സോ മിഡ് പോയിന്റ്സ് ആൻഡ് സോറി മിഡ് പോയിന്റ്സും ഫ്രീക്വൻസീസും നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ടിൽ പോയിട്ട് ഒരു ലൈൻ പ്ലോട്ട് എടുക്കാം. സോ ഓക്കെ, സോറി, ഇൻസേർട്ടിൽ പോവുക, നമുക്ക് XY scatters. ഓക്കെ, ഓക്കെ, XY സ്കാറ്റേഴ്സ് നമുക്ക് എടുക്കാം. എന്നിട്ട് സ്കാറ്റർ പ്ലോട്ടില് നമുക്ക് സ്കാറ്റർ വിത്ത് സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കാം. ഓക്കെ, സ്കാറ്റർ വിത്ത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ എടുക്കാം.
സോ ഇത് നമുക്കൊരു ഫ്രീക്വൻസി പോളിഗണായിട്ട് നമുക്കിവിടെ ഈ ഒരു ഡേറ്റേന്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മിഡ് പോയിന്റ് ആണ് നമുക്കിപ്പോ എന്താ വൈ ആക്സിൽ വന്നിട്ടുള്ളത്, എക്സ് ആക്സിസിൽ നമ്മുടെ ഫ്രീക്വൻസീസും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സ്വിച്ച് റോ ആൻഡ് ഓക്കെ വേണ്ടേ ഫ്രീക്വൻസീസ് സോറി മിഡ് പോയിന്റ്സ് ആണ് എക്സ് ആക്സിസിൽ വേണ്ടത്. സോ എക്സ് ആക്സിസ് നമ്മൾ മിഡ് പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസീസ് ആണ്, നമ്മൾ ഫ്രീക്വൻസീസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു രീതിയിൽ ഫ്രീക്വൻസി പോളിഗൺ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ചാർട്ട് ടൈറ്റിൽ മാറ്റി കൊടുക്കാം, ഫ്രീക്വൻസി ഓക്കെ എക്സ്പെരിമെന്റ് ടൈമിന്റെ ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ ഓക്കെ, അപ്പോ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, നൗ ഓക്കെ ഇനി നമുക്ക് ഓക്കെ, സോ ഈ കാര്യങ്ങൾ ഒരുമിച്ച് ഇതിപ്പോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, ഒരുമിച്ച് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൂടെ ഒന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഡാറ്റ പോയിന്റ്സ് മാത്രം എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ക്ലാസ് എനിക്ക് ക്ലാസിന്റെ ഡാറ്റ ആവശ്യമാണ്, അത് സെലക്ട് ചെയ്തു. ആൻഡ് ഫ്രീക്വൻസി ആവശ്യമാണ്, ദെൻ മിഡ് പോയിന്റ്സ് ആവശ്യമാണ്. ഓക്കെ, സോ ഇത് മൂന്നും കോപ്പി ചെയ്യുന്നു ആൻഡ് ഞാൻ ഈ ഒരു കോളത്തിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, മിഡ് പോയിന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട് കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നു ഫോർ സം ഇൻഫർമേഷൻ. ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ വാല്യൂസ് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് നമ്മൾ ഓൾറെഡി എടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ ഫോർമുല വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വാല്യൂസ് മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്, ഫ്രീക്വൻസി, മിഡ് പോയിന്റ്സ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു എന്താ ചെയ്യുക, ജസ്റ്റ് ഇതിൽ പോയിട്ട് ടൂൾസിൽ പോയിട്ട് നമ്മളൊരു ബാർ പ്ലോട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ടൂൾസിൽ പോയിട്ട് ബാർ പ്ലോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, 2D ബാർ പ്ലോട്ട്. ഓക്കെ, സോ 2D ബാർ പ്ലോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നൗ ഈ ഒരു ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ അടുത്ത് എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് സീരീസ് ചാർട്ട് ടൈപ്പ് എടുക്കുന്നു. ഓക്കെ, നമുക്ക് ചേഞ്ച് ചാർട്ട് ടൈപ്പ് എടുക്കാം ആൻഡ് നമുക്ക് കോമ്പോസ് എടുക്കാം ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ദിസ് വൺ. ഓക്കെ, mid points, this is the frequency, this is okay, format data series. ഇതിനെ സെക്കൻഡറി ആക്സസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഔട്ട്സൈഡ് വരുന്നുണ്ട് മിഡ് പോയിന്റ്സ് ഓഫ് ദ ക്ലാസ്. നമ്മുടെ ഡേറ്റയിൽ എന്താ പ്രോബ്ലം? Cumulative frequency, so this should be second axis I, and so ഇവിടെ നമ്മുടെ മിഡ് പോയിന്റ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഫ്രീക്വൻസി തന്നെയാണ് ഇവിടെ. സോ ഞാൻ ഈ ഒരു ഡാറ്റ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഹൊറിസോണ്ടൽ ആക്സിസ് എ വന്നു ആൻഡ് പി ടു സി. മിഡ് പോയിന്റിന്റെ ഡേറ്റ ചേഞ്ച് ടൈപ്പ് കോംബോ ഇത്ര ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇവിടെ ടൈം C3 C. ഓക്കെ, ഇവിടെ നമ്മൾ വാല്യൂസ് എന്ത് തന്നെ കൊടുക്കാം, ഫ്രീക്വൻസി തന്നെ നമുക്ക് ആഡ് ചെയ്യാം. സോ അതായിരുന്നു നമ്മുടെ പ്രോബ്ലം നേരത്തെ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫ്രീക്വൻസി പോളിഗണിലൂടെ ഇതിൽ തന്നെ അറ്റാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം ഇനി? ഓക്കെ, ഇതിന് ഇനി പ്രൈമറി ആക്സസ് ആക്കിയാലും നമുക്ക് അതുപോലെ തന്നെ മിഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത്, നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഒരു പോയിന്റ് ഹെഡിങ്ങിലൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് സെലക്ട് ചെയ്യാം. സോ മിഡ് പോയിന്റ് ഡേറ്റ നമുക്ക് എന്താ ഇത്രയും മാത്രം മതി, നമുക്ക് ഹെഡർ വേണ്ട. ഓക്കെ, നൗ ഓക്കെ. സോ ഇപ്പൊ കറക്റ്റ് മിഡ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാതിന്റെയും മിഡ് പോയിന്റ്സിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്രീക്വൻസി പോളിഗൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നൗ ദിസ് ഇസ് ദ ഫ്രീക്വൻസി പോളിഗൺ ഇൻകോപ്പറേറ്റഡ് ഇൻ ദ ഹിസ്റ്റോഗ്രാം. ഓക്കെ, നമ്മൾ ഹിസ്റ്റോഗ്രാമിൽ തന്നെ ഫ്രീക്വൻസി പോളിഗണും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ചാർട്ട് ടൈറ്റിൽ ഈ ഒരു രീതിയിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനൊരു സെക്കൻഡറി ആക്സസ് ആയിട്ട് വേണമെന്നില്ല. സോ നമുക്ക് പ്രൈമറി ആക്സസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരേ ചാർട്ടിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫ്രീക്വൻസി പോളിഗണും അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമും ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഈ ഒരു നിങ്ങൾ വിൻഡോസിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും, കോംബോയിൽ പോയിട്ട് ഈ ഒരു കാര്യം എടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് ആക്സസ് വരുന്നത്. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെലക്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കില്ല വരുന്നത്. വിൻഡോസിൽ ഒരു ഡിഫറെന്റ് ഡയലോഗ് ബോക്സ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും പ്രോബ്ലം വരില്ല. ഇനി ഓക്കെ, സോ നമുക്ക് ടെംപ്ലേറ്റോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ബെറ്റർ വൺസ്. ഓക്കെ, സോ ഈ രീതിയിൽ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും കൊടുക്കാം. ഇനി ഈ ഒരു ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് എന്ത് വേണ്ട, ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഹിസ്റ്റോഗ്രാം ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹിസ്റ്റോഗ്രാംസ് ബാർ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് ഡാറ്റ സീരീസ് കൊടുക്കുക. ആൻഡ് ഗ്യാപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, 0 ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ നൗ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൈമറി ആക്സിനും സെക്കൻഡറി ആക്സിനും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഗ്യാപ്പ് 0 ആവും. സോ നമ്മുടെ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ തന്നെ ഈ ഒരു പോളിഗൺ ആയിട്ട് കിട്ടും, ഹിസ്റ്റോഗ്രാം ആയിട്ട് കിട്ടും. ഓക്കെ, സൈസ് കൂടെ ഗ്രാഫിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ഹിസ്റ്റോഗ്രാം വിത്ത് എന്താ കിട്ടും, നമുക്ക് ഈ ഒരു
ഫ്രീക്വൻസി പോളിഗൺ ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു വാല്യൂ നമുക്ക് കിട്ടും. എക്സ് ആക്സിസ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ, ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുക, കസ്റ്റം ആംഗിൾ ഒരു -45 നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഹിസ്റ്റോഗ്രാം കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ മേക്ക് ഹിസ്റ്റോഗ്രാം. ആൻഡ് ആ ഹിസ്റ്റോഗ്രാമിൽ തന്നെ ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇനി ഫ്രീക്വൻസി ഒജീവാണ് അടുത്ത് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓക്കെ, സോ ഫ്രീക്വൻസി ഒജീവ്സ് എങ്ങനെ നമുക്ക് ഇതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫ്രീക്വൻസി ഒജീവിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രീക്വൻസി ഒജീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലോട്ട് ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഇത് നമുക്ക് ഓൾറെഡി സെറ്റായി. നൗ നമുക്ക് ക്ലാസ് ഫ്രീക്വൻസി ഈ ഒരു ഡേറ്റ നമുക്ക് ഇൻസേർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, നമുക്ക് ബാർ പ്ലോട്ട് എടുക്കാം. സോ ബാർ പ്ലോട്ടിൽ നോർമലി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എടുത്തു, ബാർ പ്ലോട്ട് എടുത്തു. നമുക്ക് ഇത്രയും ഡേറ്റയുടെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ഡേറ്റ കൊടുക്കാം. ആൻഡ് നമുക്ക് 2 ആക്സസ് വേണം. സോ നമ്മൾ ഫസ്റ്റ് ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ക്ലാസും ഫ്രീക്വൻസിയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇൻസേർട്ടിൽ പോകുന്നു, ഒരു ബാർ പ്ലോട്ട് കൊടുക്കുന്നു, 2D പ്ലോട്ട് കൊടുക്കുന്നു. സോ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു, 0 കൊടുക്കുന്നു. സോ നമുക്ക് ഹിസ്റ്റോഗ്രാംസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. സോ ഒരു സീരീസ് കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് സീരീസ് വിൽ ബി അവർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. ഓക്കെ, ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കൂടെ ആഡ് ചെയ്യുന്നു. സെലക്ട് ഡേറ്റ കൊടുക്കുന്നു. സോറി, ഓക്കെ, നമുക്ക് ജസ്റ്റ് ടേബിൾ ഡിലീറ്റ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഡാറ്റ സെലക്ട് ചെയ്യാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 2D കോംബോ ഗ്രാഫിലോട്ട് പോവാം. സോ കോംബോയിൽ പോയിട്ട് നമ്മൾ ഈ ഒരു കോംബോ എടുക്കുന്നു. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമാറ്റ് ഡാറ്റ സീരീസ് എടുത്തിട്ട് നമ്മൾ ഗ്യാപ്പ് 0 കൊടുക്കുന്നു. ആൻഡ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ആക്സിസ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഓക്കെ, ഇത് വരുമ്പോഴേക്കും നമുക്കൊരു ഫ്രീക്വൻസി ഒജീവ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ ദാറ്റ് ഇസ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്ലോട്ട്. സോ എക്സ് ആക്സിസിൽ ഓക്കെ, ഈ ഒരു രീതിയിൽ കിട്ടും. നമ്മൾ അതിനെ ക്യുമുലേറ്റീവ് ഇതിനെ നമുക്ക് പ്രൈമറി ആക്സിസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലോട്ട് കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി ഹിസ്റ്റോഗ്രാം വിത്ത് ഫ്രീക്വൻസി ഒജീവ്. ഓക്കെ, ഫ്രീക്വൻസി ഒജീവ് ഹിസ്റ്റോഗ്രാമുമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പ്ലോട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ വാല്യൂസ് വളരെ ചെറുതായതുകൊണ്ടാണ് ഫ്രീക്വൻസി ഒജീവ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ക്ലാസും ഫ്രീക്വൻസി ഒജീവും മാത്രമായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഈ ഒരു ക്ലാസും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാത്രം പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ചാർട്ട് ഒജീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒജീവ്സും അതും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒജീവ്സും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്റോഗ്രാമും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഒജീവ്സ് മാത്രമായിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്താ,
ഓക്കെ. ഓക്കെ. സോ ഈ ഒരു പ്ലോട്ട് കിട്ടി. ഫ്രീക്വൻസി നമുക്ക് ഫ്രീക്വൻസി പോളിഗണും ഹിസ്റ്റോഗ്രാമും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. ഒജിയും എന്താ ഇൻകോപ്പറേറ്റ് ചെയ്യുക, ഹിസ്റ്റോഗ്രാമും ഇൻകോപ്പറേറ്റ്. ഇനി ഒജിയു മാത്രമാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പർ ബൗണ്ടും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്നു ആൻഡ് നമ്മൾ ഇൻസേർട്ടിൽ പോകുന്നുണ്ട് ആൻഡ് ഒരു എന്താ സ്കാറ്റർ പ്ലോട്ട് വിത്ത് ലൈൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ലൈൻ മാർക്കേഴ്സ് ഇവിടെ വെച്ചിട്ട് നമ്മളൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഒജീവ്സ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ അപ്പർ ബൗണ്ട്സ് വൈ ആക്സിസിലാണ് പോയത്, നമുക്ക് വൈ ആക്സിസ് അല്ല അപ്പർ ബൗണ്ട് എക്സ് ആക്സിസിലാണ് വേണ്ടത്. സോ നമ്മൾ സ്വിച്ച് ആൻഡ് സോറി സെലക്ട് ഡേറ്റ പോകുന്നു. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സോറി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ ഒരു വാല്യൂസ് ആണ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് ഈ വാല്യൂസ് ആണ്. ഓക്കെ, സോ y 1 2 3 4 values 1 2 3 4 അല്ലല്ലോ. y this one okay. Sorry, ഫ്രീക്വൻസി വെച്ച് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ് ആക്സിസ് ലേബിൾസ് പ്രോപ്പർ അല്ല. വൈ ആക്സിസ് ലേബിൾസും ഓക്കെ, വൈ ആക്സിസ് ലേബിൾസ് ഓക്കെയാണ്, എക്സ് ആക്സിസ് ലേബിൾസ് ഓക്കെ അല്ല. സോ വാല്യൂസ് കറക്റ്റ് ആണോ? വൈ വാല്യൂസ് കറക്റ്റ് ആണോ? വൈ ഓക്കെ. ആക്സസ് ലേബിൾസ് സെലക്ട് ഡേറ്റ ആക്സസ് ലേബിൾസ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ല. വിഷമിക്കേണ്ട കാര്യമില്ല, വിൻഡോസിൽ ആക്സസ് ലേബിൾസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ എന്തോ ആക്സസ് ലേബിൾസ് വരുന്നില്ല. മേ ബി സംതിങ്. ആക്സസ് ലേബിൾസ് വിൻഡോസിൽ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഹൊറിസോണ്ടൽ കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ്സ് വൈ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫ്രീക്വൻസി ഒജീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു, ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം പറഞ്ഞു, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താ പറഞ്ഞു, ഫ്രീക്വൻസി ഒജീവ്സ് പറഞ്ഞു. ഓക്കെ, ഇതെങ്ങനെ ഹിസ്റ്റോഗ്രാമുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ,
സോ ഈ ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. എനി ക്വസ്റ്റ്യൻസ്?